ഇന്നും നമ്മള് വാഴത്തോട്ടത്തിലാണ്. ഇതെന്റെ അച്ഛൻ തെക്കേമ്പടത്തിൽ സുകുമാരൻ വാഴയ്ക്ക് വളടുന്ന തിരക്കിലാണ്. അത് ക്യാമറയിൽ പകർത്തുന്ന കൊല്ലംപറമ്പിൽ ഭാഗ്യരാജ് മോഹൻ എന്റെ ഭർത്താവാണ് കേട്ടോ. നമ്മളിന്ന് എത്തിയിരിക്കുന്നതേ നമ്മുടെ വാഴത്തോട്ടത്തിലേക്കാണ്. കണ്ടോ, നമ്മുടെ വല്ലൂര് കുത്തൊക്കെ വരണ്ട് വിര പോലെ ആയിരിക്കുന്നു. ഇനി ആ ഒരു കാലവർഷം വരുമ്പോ കുത്തി ഒഴുകൂട്ടോ, നല്ല ഭംഗിയെ കാണാൻ. അവിടെ നിന്ന് കുറച്ച് പയറൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നപ്പോഴേ ഇളയം അത് നന്നാക്കി തന്നു. ഇന്ന് നമുക്ക് പയറുപ്പേരിയും മീനിന്റെ തലയും അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. പയറുപ്പേരി കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ തലയുണ്ടല്ലോ വെട്ടി നുറുക്കി നമുക്ക് അടിപൊളി ഒരു തലക്കറി വെക്കാം. ഒരു ഉപ്പേരി, പിന്നെ ഇത്തിരി ചാറുകറി, വറവ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തി. അതാണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ കേട്ടോ. ഈ മസാല ബോക്സ് എനിക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. നമ്മുടെ തിരക്കിന്റെ ഇടയിൽ ഓരോരോ ഡപ്പികളായി തുറന്ന് ഈ സംഭവങ്ങളൊക്കെ ഇടുക കുറച്ച് മുഷ്കിലല്ലേ. ഇതാവുമ്പോ ഓൺലി വൺ ഓപ്പണിംഗ്. അങ്ങനെ നമ്മൾ ചട്ടി ചൂടായപ്പോൾ അതിന്റെ ഉള്ളിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വിട്ടുകൊടുത്ത് കറിവേപ്പിലോടൊപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇങ്ങനെ ആ ഒരു പുക വരുന്ന പരിവാകുമ്പോൾ നമ്മളതിൽ കുറച്ച് തക്കാളി അടിച്ചത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമാക്കി ഒരു കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളിതാ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തപ്പോഴേ അടിപൊളി തലക്കറി റെഡി ആയിട്ടോ. ചമ്മന്തിയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ ആ കടുക് കൂട്ടുമ്പോൾ വരുന്ന ഒരു മണം ഉണ്ടല്ലോ എൻ്റെ സാറേ. അതിലേക്ക് ഉള്ളിയും നല്ല നാടൻ പച്ചമുളകും പിന്നെ കുറച്ച് പിഴുപുളും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ കളറ് മാറാൻ വേണ്ടിയിട്ടേ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവനെ കൈ കൊണ്ട് നന്നായിട്ട് ഞരണ്ടി എടുക്കണം. നമ്മുടെ കൊതിയൂർന്ന ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിച്ചമ്മന്തി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിലത് അത്ര സ്പെഷ്യൽ ഒന്നുമല്ല. അങ്ങനെ നമ്മൾ വിളമ്പി അതങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ. ഇന്നത്തെ ഉച്ചയോടെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ.